ഓർത്തഡോക്സ് ഉമ്മച്ചൻ. വിശ്വാസിനികളുടെ ഉമ്മയ്ക്കായി കെഞ്ചുന്ന പാതിരിപ്പാമ്പുകളുടെ നിരവധി വാർത്തകൾ i2i ന്യൂസ് ഇതിനു മുമ്പ് നിരവധി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉമ്മയ്ക്കായി കേഴുന്ന ഒരു ഓർത്തഡോക്സ് പാതിരിയുടെ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ അത് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനും ഈ ഉമ്മച്ചനെ വഴിക്കെങ്ങാനും കണ്ടാൽ ഇവനെ പിടിച്ച് ചാരി നിർത്തി ആവശ്യത്തിന് കൊതി തീരുവോളം ഉമ്മ കൊടുക്കുവാനും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ മുത്തുഗൗ എപ്പിസോഡ്. ഇന്ന് തുടങ്ങാം. സർട്ടിഫൈഡ് ജനമന്മാരായ ഞങ്ങളുടെ കൂതാശ കുർബാന തൊപ്പിത്തൊഴിലാളി വ്യഭിചാരിപ്പാതിരി അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന, അവർക്കൊരു പെറ്റിക്കേസ് പോലും വരാതെ സംരക്ഷിച്ച് കാത്ത് പരിപാലിക്കുന്ന, കോട്ടയം മസുരലോകത്ത് വാണരുളുന്ന ഞങ്ങളുടെ നിതാന്തവന്ധ്യ ദിവ്യ പരിശുദ്ധ മഹനീയ ദിവ്യശ്രീ ബെസലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ അഥവാ വാഴൂർ മത്തായിയുടെ ആ പൊരിപിടിച്ച പാതാരബന്ധങ്ങളിൽ പരിഹാസ പുഷ്പങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് തുടങ്ങുകയായി. ഇതുപോലെ ആഭാസന്മാരായ മെത്രാന്മാരും പാതിരികളുമുള്ള ഒരു പൈശാചിക സഭ ഈ ദുനിയാവിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് വചനം പറയുന്നു എന്നും പറഞ്ഞ് ഒരു കുർബാന തൊഴിലാളിക്ക് കുമ്പസാരത്തിനിടെ ഒത്തുകിട്ടിയ ഒരു വിശ്വാസിനിയെ 5 പേർക്ക് പങ്കുവെച്ച മഹത്തായ സഭയാണ് ഞങ്ങളുടേത്. കർത്താവ് 5 അപ്പം പകുത്തു കൊടുത്തപ്പോൾ ഞങ്ങളുടെ ഈ മോന്മാർ ഒരെണ്ണത്തിന് 5 പേർക്ക് പകുത്തു കൊടുത്ത് എങ്ങനെ കുത്തിയിരുന്ന് കുറിയലായിസോൻ എന്നും പറഞ്ഞ് ഞങ്ങളുടെ മലങ്കര മെത്രാനും കാതോലിക്കയുമായ മോറാന്മാർ മത്തായി മൂന്നാമന്റെ ആ കഴിവ് കൊണ്ട്, ആ മുടിഞ്ഞ പിടിപാട് കൊണ്ട് 2018 ജൂലൈയിൽ നടന്ന ആ കുമ്പസാര പീഡന കേസ് 8 വർഷത്തിനിപ്പുറവും കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ ആ കഴിവ് നാം മനസ്സിലാക്കേണ്ടുന്നത്. ഇതെല്ലാം പഴയത്, ഇനി പുതിയത്. സഖാവ് മെത്രാൻ അല്ലെങ്കിൽ ഹനുമാൻ മെത്രാൻ, അതുമല്ലെങ്കിൽ ഹിസ് ഗ്രേസ് പാഷാണത്തിൽ കൃമി എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ഗബ്രിയേൽ മെത്രാനെ വിശ്വാസികൾ തിരുവനന്തപുരത്ത് നിന്നും ആട്ടിപ്പായിച്ച ശേഷം ഞങ്ങളുടെ ഭദ്രാസനം ഇപ്പോൾ ഞങ്ങളുടെ മത്തായി മൂന്നാമിന്റെ നേരിട്ടുള്ള കീഴിലും കുന്നംകുളം വ്യാജപ്പുലിക്കോടനായ കരിമാങ്കുഴി മാർ സബോളക്കണ്ണൻ മെത്രാന്റെ സഹ നിയന്ത്രണത്തിലുമാണ്. മെത്രാന്റെ സഹോദരൻ നാടുവിട്ടുപോയ കഥ കേട്ടാൽ നാം നീട്ടി കുറിയലായിസോൻ എന്ന് വിളിച്ചു പറയും. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിന് കീഴിൽപ്പെട്ട ആയൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി വർഗീസ് കോശി തുണ്ടത്തിൽ എന്ന ഇടമൺ ജോസ് എന്ന പാതിരിയാണ് ഇന്നത്തെ വാർത്താ താരം. കൊട്ടത്തേങ്ങാപ്പരുവുമായ ഒരു അമ്മച്ചിയോട് ചൂടുമ്മ ചോദിച്ചത് ലീക്കായി നാണക്കേടായതിനെ തുടർന്ന് പാതിരിയോട് ഞങ്ങളുടെ മത്തായി മൂന്നാമൻ വരുന്ന 15-ാം തീയതി വരെ മാറി നിൽക്കണം, ഇതിനോടകം ഞങ്ങളുടെ മുണ്ണക്കുഞ്ഞാടുകൾ ഇതെല്ലാം മറന്നുപോയാൽ ഇതേ പള്ളിയിൽ കുർബാന കളിക്കുവാൻ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഓർക്കുക, ഉമ്മച്ചൻ തിരുവനന്തപുരം ഭദ്രാസന കൗൺസിൽ അംഗം കൂടിയാണ് കേട്ടോ. മാറ്റി നിർത്തപ്പെട്ട ഈ സമയം വെറുതെ കളയാതെ കർക്കടക മാസ സുഖ വാജീകരണ ചികിത്സയൊക്കെ നടത്തി, പ്രതിവർഷ ഓയിൽ ചേഞ്ചിങ് ഒക്കെ നടത്തി, എഞ്ചിൻ തണുപ്പിച്ച് വരുവാൻ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഞങ്ങളുടെ മത്തായി മൂന്നാമൻ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഞരമ്പന്മാരെ ഞങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. ഹൂത്തോമ പാടി സ്ത്രീകളെ വളച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ വർഗീസ് മാർക്കോസ് ആര്യാട്ടിന് ഞങ്ങൾ പാമ്പാടി ദേറ തന്നെ കൊടുത്തു. കുണ്ടറയിലെ അണ്ടിയാപ്പീസിന് സമീപം തമ്മരടി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ പുഷ്ടതാടക തിരുമനസിനെ ഞങ്ങൾ അടുത്ത നിയുക്തനാക്കും. ഉമ്മച്ചൻ ഉമ്മ ചോദിക്കുന്നത് ലീക്കായെങ്കിലും കോട്ടയം മസുരലോകത്തെ ഷെർലക് ഹോംസുകൾക്ക് ഈ പാതിരി ഉമ്മ ചോദിച്ച ആ അമ്മച്ചി ആരെന്ന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. എന്നാൽ കഞ്ഞിക്കുഴി പൊറിഞ്ചുവിൻ്റെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് സംഘങ്ങൾ അവരെ കണ്ടെത്തി എന്നാണ് കരക്കമ്പി. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ പുനലൂർ സ്വദേശിനിയാണത്രേ ആ സ്ത്രീ എന്നാണ് വിവരം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതേ ഭദ്രാസനത്തിലെ ഒരു യുവവൈദികന്റെ ഭാര്യ മാതാവാണ് ഈ താരം. ഇനി വർഗീസ് കോശി തുണ്ടത്തിലിന്റെ ഉമ്മയാചന നമുക്കൊന്ന് കേൾക്കാം. നാളെ വിളിക്കോ? നീ സംസാരം കേട്ടാ മതി. സമയം കിട്ടുമ്പോ ഞാൻ വിളിക്കാം. പക്ഷെ അല്ലാതെ വിളിക്കല്ലേ കേട്ടോ. അന്നേരം തിരിച്ചു വിളിച്ചിട്ട് എടുത്താ മതി. ഞാൻ വോയിസ് മെസ്സേജ് അയക്കാം, അല്ലാതെ എടുക്കണ്ട കേട്ടോ. എന്നാലും മതി. ശരി.
എന്നാ പിന്നെ ഒരുമതാ. ഹലോ, പറഞ്ഞോ. ഇത് വട്ടായ അത് ഫോൺ കട്ടായതാ. ആ കൊച്ചിനെ രണ്ടാമതും കെട്ടിച്ചു, പക്ഷെ ശരിയായില്ല. ആ മക്കള് മൂത്ത എടുത്തിന് 5 കിട്ടി, അറിയോ? അയ്യോ, അയാൾക്ക് കണ്ട പാവത്തിരിക്കുക. ആ കൊച്ചച്ഛൻ്റെ ഭാര്യ മാതാവിൻ്റെ ഈ സംഭാഷണം കൊച്ചച്ഛൻ്റെ ഭാര്യ KK എന്നറിയപ്പെടുന്ന കാളക്കത്തനാർക്ക് കൊടുക്കുകയും ആ കാളക്കത്തനാർ അത് സെമിത്തേരി ബെന്നി എന്നറിയപ്പെടുന്ന കോട്ടപ്പുറം കുട്ടപ്പന് കൈമാറുകയും വീശാൻ കാശൊന്നും കിട്ടാതെ വന്നപ്പോൾ അത് പുറത്തുവിട്ടു എന്നുമാണ് വിവരം. ഉമ്മച്ചന് വിവാഹപ്രായമായ 2 പെൺകുട്ടികളുണ്ട് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. കോട്ടപ്പുറം കുട്ടപ്പൻ്റെ ആദ്യഘട്ടിലെ മകളുടെ ഭർത്താവ് ഒരു പാതിരിയാണ്. അവന് അമേരിക്കൻ ഭദ്രാസനം കൊടുക്കാത്തത് കൊണ്ടാണത്രേ ഈ വോയിസ് കോട്ടപ്പുറം പുറത്തുവിട്ടത്. ഇനി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വർഗീസ് കോശി തുണ്ടത്തിലിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഹലോ, ഹലോ, വർഗീസ് കോശി തുണ്ടത്തിൽ. പറഞ്ഞോ. ഞാൻ ശ്രീകാര്യം മാർ ബസിലിയോസ് മാർ ഗ്രിഗോറിയോസ് പള്ളിയിലെ ആളാ. പറഞ്ഞോ. വിഷയമൊക്കെ അറിഞ്ഞു, എന്തായി സംഭവം? അതിപ്പം ഓരോ ഇങ്ങനെ പോകുന്നു, കാര്യങ്ങൾ നടക്കുന്നു, അന്വേഷണം നടക്കുന്നു. അച്ഛനോടൊപ്പം നമ്മൾ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. ഇതിനേക്കാളും എത്രയോ ആവാസന്മാർ നമ്മുടെ സഭയിലുണ്ട്. അതെ, അങ്ങനെ ഒരു ഇതിലേക്കല്ലല്ലോ. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. എന്നാലും ഒരു അച്ഛൻ ഒരു ഉമ്മ മാത്രമല്ലേ ചോദിച്ചുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വേറെ അതിനേക്കാളും നമ്മുടെ ഭദ്രാസനം മെത്രാപ്പോലീത്ത തന്നെ നോക്കുക. പുള്ളിക്ക് മിണ്ടാൻ പറ്റുമോ? അത് നോക്കാം. നമുക്ക് നമ്മുടെ മറ്റേ അച്ഛന്റെ അത് അച്ഛന്റെ കൊച്ചമ്മ തന്നെയാണോ വിട്ടത്? KK ആണെന്ന് ഇത് പുറത്തുവിട്ടതെന്നൊരു ഇത് പറയുന്നു. അറിയില്ല, എവിടെയാ നോക്കട്ടെ, നമുക്ക് നോക്കാം. KK ആണ് പുറത്തുവിട്ടതെന്നാ പറയുന്നത്. കണ്ടുപിടിക്കാം. പക്ഷെ അച്ഛന്റെ കൊച്ചമ്മയല്ല, അച്ഛനേതായാലും ഇത് പുറത്തുവിടാൻ സാധ്യതയില്ലല്ലോ. നോക്കാം എവിടെയാന്ന്. സ്വയം കുഴിത ആരെങ്കിലും തോണ്ടുവോ? നമുക്ക് നോക്കാം. അച്ഛനൊരു ഉമ്മ ചോദിക്കുന്ന കൂടെ ഒരു കളിയും കൂടെ ചോദിക്കാത്ത എന്തായിരുന്നു? നമുക്ക് നോക്കാമെന്നേ. ഉമ്മ മാത്രമല്ല, ഒരു മാർഗം കളി കൂടി ചോദിക്കാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്തോ പാതിരി ഫോണും കട്ട് ചെയ്ത് കണ്ടം വഴി ഓടി. നാട്ടുകാരെ ഇന്മാർ ഈ വേഷവും കെട്ടി ഏതെങ്കിലും വഴിയെ പ്രാഞ്ചി പോകുന്നത് കണ്ടാൽ ഒന്ന് സൂക്ഷിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മഴ ചാറിയാൽ പോലും ഇറത്തു നിൽക്കാൻ പോലും ഈ മോന്മാരെ സമ്മതിക്കരുത്. കയറി പ്രാർത്ഥിച്ചു കളയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.